ലേഖ ഡോക്ടറെ കുറെ പേർക്ക് ഇതിൽ അറിയണ്ടാവില്ലേ? ഹായ്, വീഡിയോ ഒന്ന് ഓൺ ആക്കിക്കോളൂ. ആസ് യൂഷ്വൽ അധികം ലേഡി ഡോക്ടേഴ്സ് ആണ് അല്ലേ? ഹായ്, ഇതെന്താ എനിക്കില്ലേ കാണാത്ത? അപ്പൊ ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നസീമ റെഡി ആണോ? നസീം വായിക്കുന്നത് ഞാൻ ഷെയർ ചെയ്യട്ടെ. നമ്മുടെ ബ്ലോസം ഗ്രൂപ്പിൽ കുറച്ചധികം ലെവൽ 1ഉം 2ഉം പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. ഇല്ലേ അഭിജിത്ത്, ഈ ഗ്രൂപ്പിൽ തന്നെയാണോ? ബ്ലോസത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ ഒരു കേസ് വന്നപ്പോ. ഓക്കെ ഓക്കെ, ഞാനത് ഷെയർ ചെയ്യാം. ഷെയർ ചെയ്തിട്ട് നമുക്ക് സെപ്പിയെ കുറച്ച് ഡീപ്പർ ലെവലിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ എന്താ കാണണേ? ഷെയറിങ് ഷെയർ ആയിട്ടില്ല മാം. ഷെയർ ആയോ? ആ യെസ് ഓക്കെ അല്ലേ? യെസ് കാണാം. യെസ്. അപ്പൊ ഈ രണ്ടുപേരും നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ നമുക്ക് കുറച്ച് ഡീപ്പർ ലെവലില്. സെപ്പി ആരാ ഇത് ചെയ്തത്, പ്രൂവ് ചെയ്തത് ആരാ? ആർക്കും അറിയില്ല അല്ലെ? സച്ചിൻ എവിടെ? ലേഖ ഡോക്ടറെ ആരാ പ്രൂവ് ചെയ്തത്? ഡോക്ടർ ഹനുമാൻ തന്നെയല്ലേ? മറന്നു ഹനുമാൻ തന്നെയാ നല്ലൊരു ഓർമ്മ അല്ലേ? ആണെന്ന് എന്റെ ഓർമ്മ. എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ പറയൂ. ലെൻസ്കി നോട്ടിൽ ഉണ്ടാവില്ലേ? ഇല്ലല്ലോ. ഉണ്ടാവില്ല. എവിടെയും കൊടുത്തിട്ടില്ലേ ആരാ പ്രൂവ് ചെയ്തിരിക്കണേ എന്നുള്ളത്? ആ, ഡോക്ടർ ഹനുമാൻ. ഡോക്ടർ ഹനുമാൻ പ്രൂവ്ഡ് ആക്സിഡന്റലി. ഷെയറിംഗ് പോയോ? ഇല്ല, കാണാം. സാമുൽ ഹനുമാൻ തന്നെ മാം. ഒരു മിനിറ്റ്. നസീമയുടെ സൗണ്ട് കറക്റ്റ് അല്ല കേട്ടോ, ഒന്ന് ശരിയാക്കോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഒരു മിനിറ്റ്, എന്തോ ഒരു സാങ്കേതിക തടസ്സം ഇവിടെ. ഇപ്പൊ ശരിയായോ? ഷെയറിംഗ് വന്നുവോ? ഷെയറിംഗ് ഫസ്റ്റ് പേജിലാണ് കിടക്കുന്നത്. അത് പോയിട്ടുള്ളത് എങ്ങനെയുണ്ട്? എനിക്ക് കാണുന്നില്ല. ഇപ്പൊ പോയി. ഇപ്പോഴോ? ഇപ്പം ജനറാലിറ്റീസ് കിടക്കുന്നുണ്ട്. അപ്പോ ഇത് പ്രൂവ് ചെയ്തത് ഹനുമാൻ ആണ്. ഹനുമാൻ പ്രൂവ്ഡ് ആക്സിഡന്റലി ബൈ എ മെയിൽ ആർട്ടിസ്റ്റ്. ഓക്കെ, ഇതിന്റെ പ്രത്യേകതകൾ. ഇതാണ് സെപ്പിയ കട്ടിൽ ഫിഷ്. അപ്പോൾ നമ്മുടെ മെഡിസിൻ എടുക്കുന്നത് ഈ ഇങ്ക് ഡ്രൈഡ് ഇങ്ക്. ഇനി സെപ്പിയ എന്ന് പറയുന്നത് മൊളസ്കയില് നമുക്ക് 3 ഗ്രൂപ്പ് ഉണ്ട്: ബൈവാൾവ്, ഗ്യാസ്ട്രോപോഡ് ആൻഡ് സെഫാലോപോഡ്. അതിൽ സെഫാലോപോഡാണ് സെപ്പിയ. അപ്പൊ എന്താ സെഫാലോപോഡിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, എപ്പോഴും നമ്മൾ എൻ്റെ ഒരു സജഷനാണ്, മെഡിസിൻ പഠിക്കുമ്പോൾ സോഴ്സും കൂടി നോക്കുക. എവിടെ നിന്നാണ് ഈ ഒരു അനിമലോ പ്ലാന്റോ അല്ലെങ്കിൽ മിനറലോ എവിടെയാണ് അത് ഉള്ളത്. അപ്പൊ അതനുസരിച്ച് കുറച്ചധികം നമ്മുടെ പ്രൂവിങ്സിൽ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നല്ലോണം കാണിക്കും. അപ്പൊ ഈ സെപ്പിയുടെ പ്രത്യേകതകൾ എന്താന്നുള്ളത് ആദ്യം നോക്കിയിട്ട് ഈ ഒരു വീഡിയോ കാണുക. കണ്ടിട്ട് നമുക്ക് കുറെ അധികം സിംറ്റംസ് ഇതിന്ന് വരുന്നുണ്ട്.
ആക്ച്വലി അത് സ്ലോ മൂവിങ് അല്ലേ ആ ഒരു ഒരു ആനിമല്. ഒന്ന് അത് ബിലോങ്സ് ടു ആനിമൽ കിങ്ഡം. ആനിമൽ കിങ്ഡം ആകുമ്പോൾ സാധാരണ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവുക? സർവൈവൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ബാക്കിയുള്ളവരെ എന്ന് വെച്ചാൽ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ലൈഫ് എല്ലാ ആനിമൽസിനും. അപ്പൊ അതുകൊണ്ടുള്ള സർവൈവൽ ഇഷ്യൂസ്, മീ വേഴ്സസ് യു, ബാക്കിയുള്ളവരുടെ എല്ലാ കാര്യങ്ങളും ഒബ്സർവ് ചെയ്തിട്ട് അതായിരിക്കും എനിക്ക് പ്രശ്നം, അത് എനിക്ക് ലൈഫിന് ത്രെട്ടനിങ് ആവുമോ, ഞാൻ എങ്ങനെ സർവൈവ് ചെയ്യും, ഇതൊക്കെ തന്നെയായിരിക്കും ആനിമൽ കിങ്ഡത്തിൽ പെട്ടിട്ടുള്ള എല്ലാ മെഡിസിന്റെയും ഒരു ആകത്തുക. പക്ഷെ ഈ മൊളസ്ക വരുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ മൊളസ്ക ജസ്റ്റ് ഒരു ബിഗിനിങ് സ്റ്റേജ് ആണ് ആനിമൽ കിങ്ഡത്തിന്റെ. അപ്പൊ അതുകൊണ്ട് അവർക്ക് പ്ലാന്റ് ലൈക്ക് സെൻസിറ്റിവിറ്റി കാണിക്കും. എന്തുകൊണ്ടാണ് പ്ലാന്റ് ലൈക്ക് സെൻസിറ്റിവിറ്റി? ബൈവാൾവൊക്കെ അധികം മൂവിങ് ഇല്ല. നമ്മൾ കാൽക്കേരിയ കാർബ് വരുന്നത് ബൈവാൾവിലാണ്. അപ്പൊ അധികം മൂവിങ് ഇല്ല. അത് കഴിഞ്ഞ് ഗ്യാസ്ട്രോപോഡ് വരുമ്പോൾ വളരെ സ്ലോ ആയിട്ട് മൂവിങ് തുടങ്ങി. സെപ്പിയ എന്ന് വെച്ചാൽ ഈ ഒരു സെഫാലോപോഡ് വരുമ്പോഴാണ് കുറച്ചധികം മൂവ്മെന്റ് ഈ ഒരു അനിമലിന് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പൊ ഇതെല്ലാം നമുക്ക് മെഡിസിൻ പ്രൂവിങ്സിൽ കാണാൻ പറ്റും. നമ്മുടെ മെഡിസിൻ പഠിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മൾ പഠിക്കുന്ന സിംറ്റംസ് ഇതായിരുന്നു. നമുക്ക് അങ്ങനെ കുറെ അധികം സിംറ്റംസ് ഭയങ്കര പെക്യുലർ റയർ എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നില്ലേ? ഇതിൽ കുറെ അധികം നമ്മുടെ എങ്ങനെയാണോ നാച്ചുറൽ ആനിമൽ സർവൈവ് ചെയ്യണേ അല്ലെങ്കിൽ പ്ലാന്റ് സർവൈവ് ചെയ്യണേ അതിന്റെ കുറെ സിംറ്റംസ്. ഒരു പ്ലാന്റ് ആണെങ്കിൽ എന്തൊക്കെ മിനറൽസ് നമ്മൾ കൂടുതൽ ആ ഒരു പ്ലാന്റ് കൂടുതൽ അബ്സോർബ് ചെയ്യുന്നുണ്ട്, അതനുസരിച്ച് നമുക്ക് പെത്തോളജീസും ഒക്കെ ഡിഫറൻസ് വരാറുണ്ട്. അപ്പൊ ഈ സെഫാലോപോഡില് ബിലോങ്സ് ടു ക്ലാസ് ഓഫ് സെഫാലോപോഡ. സെഫാലോപോഡ്സ് ഇമോഷണലി ഭയങ്കര കോംപ്ലക്സ് ആണ്, ഹൈലി അഡാപ്റ്റീവ് ആണ് ആൻഡ് യൂസ് ഇങ്ക് ഫോർ എന്തിനാ അനിമൽസ് വേറെ ഡേഞ്ചറിൽ നിന്ന് പോകാൻ വേണ്ടി, വേറെ അനിമൽസിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇങ്ക് യൂസ് ചെയ്യും. ഈ ഇങ്ക് ഡ്രൈഡ് ഇങ്ക് ആണ് നമ്മൾ സെപ്പിക്ക് വേണ്ടിയിട്ട്, സെപ്പിയ എന്ന് പറഞ്ഞ മെഡിസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് നസീമ വായിച്ചോളൂ. മാം ഇത് കംപ്ലീറ്റ് വായിക്കാനല്ലേ? അടുത്തത് എന്താ എന്തൊക്കെയോ പ്രശ്നങ്ങളൊന്നും അടുത്ത സ്ലൈഡ് വന്നിട്ടില്ല. ഓക്കെ. സെപ്പിയയുടെ സയന്റിഫിക് നെയിം വരുന്നത് സെപ്പിയ ഒഫിഷ്യനാലിസ്. കോമൺ നെയിം വന്നിട്ട് കട്ടൽ ഫിഷ് ഇങ്ക്. സോഴ്സ് എനിമൽ കിങ്ഡം. മൊളസ്ക സെഫാലോപോഡ് ആണ് ക്ലാസ് വരുന്നത്. ഫാമിലി സെഫിഡെ. പ്രിപ്പയർഡ് ഫ്രം ഇങ്ക് സാക്ക് ഓഫ് കട്ടൽ ഫിഷ്. മാം ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇത് വായിക്കുമ്പോൾ മൊളസ്ക എങ്ങനെയാണ്, ഹാർഡാണോ സോഫ്റ്റ് ആണോ, ഇതൊക്കെ എന്തിനാണ് നമ്മൾ നോക്കണമെന്നുള്ളത് പറയാം. വായിച്ചോളൂ നസീമ, ഞാൻ പറഞ്ഞുതരാം എന്താണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ്, എന്തിനാണ് നമ്മൾ ഇതൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്ത് പോണത്, ഒന്ന് പറയൂ. Subkingdom phylum Mollusca. Mollusca soft-bodied, non-aggressive animals that withdraw into a shell for protection. Unlike insects or reptiles, they don't fight, they avoid, hide, or retreat. Sepia is from the class Cephalopoda, which are more evolved molluscs. അവർക്ക് ഇന്റലിജന്റ് ഉണ്ട്, ഫാസ്റ്റ് മൂവിംഗ് ആൻഡ് കേപ്പബിൾ ഓഫ് കാമഫ്ലേജ് ആണ്. സിംബോളിക്കലി സീൻ ഇൻ പേഷ്യന്റ് സപ്രഷൻ ആൻഡ് വിഡ്രോവൽ. യെസ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ വളരെ സോഫ്റ്റ് ബോഡീഡ് ആണ്. സോഫ്റ്റ് ബോഡീഡ് എന്ന് പറയുമ്പോൾ അവർക്ക് എന്തായിരിക്കും നമുക്ക് പേഷ്യൻസിൽ കാണാൻ പറ്റുക? വളരെ തൊടുമ്പോഴേക്കും വേദന, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആവുക, അതുപോലെ ഭയങ്കര ഡെലിക്കേറ്റ് സ്കിൻ ആണെങ്കിലും ഡെലിക്കേറ്റ് ആണ്. അവർക്ക് കുറച്ചെന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോഴും അവര് വളരെയധികം കുഞ്ഞൊരു ജീവിയല്ലേ, അത് ഇതാവും. പിന്നെ വിത്ഡ്രോ ഇൻ ടു ഷെൽ ഓഫ് പ്രൊട്ടക്ഷൻ എന്ന് വെച്ചാൽ എല്ലാ മൊളസ്കയും അത് ഒരു ഒരു കൂട് പോലെ ഒരു പുറമെ ഒരു പ്രൊട്ടക്ഷന്റെ കവർ ഉണ്ട്. അപ്പൊ ഈ ഒരു സെഫാലോപോഡ് എത്തുമ്പോഴേക്കും ഈ പ്രൊട്ടക്ഷൻ കവർ മൊത്തമായിട്ട് ഇല്ലാതെയാവും. ഇല്ലാന്ന് വെച്ചാല് സെപ്പിയുടെ പറഞ്ഞു എന്തെങ്കിലും? ഇല്ല മാം, ഇല്ല. യെസ്. സെപ്പിയുടെ ആ ഒരു മാൻഡിൽ ഉള്ളിലാണ് നമ്മുടെ ഈ ബോൺ ഇരിക്കുന്നത്, അതും ചെറിയൊരു കഷ്ണം. അപ്പോൾ ഇതും ഒരു പോയിന്റ് ആണ് പല സിംറ്റംസും നമുക്ക് പഠിക്കുമ്പോൾ. അടുത്ത സ്ലൈഡ്. എന്തൊക്കെ അസുഖങ്ങള് നമ്മളൊരു മെഡിസിൻ പഠിക്കുമ്പോൾ ആദ്യം പഠിക്കേണ്ടത് എന്തൊക്കെ അസുഖങ്ങൾക്ക് ഈ ഒരു മെഡിസിൻ യൂസ് ചെയ്യാം, എന്തൊക്കെ ഡയഗ്നോസ്റ്റിക് ഇതിനെ യൂസ് ചെയ്യാം, ഏത് ഓർഗനാണ് ഈ ഒരു മെഡിസിൻ കൂടുതലായിട്ട് ആക്ട് ചെയ്യുക. വായിച്ചോളൂ.
ലെവൽ 1 സെപ്പിയ നോക്കുകയാണെങ്കിൽ അബോർഷൻ യൂസ് ചെയ്യാം, എഡിസൺസ് ഡിസീസ്, ആൽക്കഹോൾ ഇഫക്ട്സിന്, അമിനോറിയ, ആനൽ പ്രോബ്ലംസ്, ആസ്കാരിയറ്റ്സ്, ബൗൾനെസ്, ബെഡ് വെറ്റിംഗ്, വീക്ക് ബ്ലാഡർ, ബർത്ത് കൺട്രോൾ പിൽസ്, ക്യാൻസറിന്, ചൈൽഡ് ബർത്ത്, ക്ലോയാസ്മ, കൊറിയ, കോണ്ടൈലോമാറ്റ, കോൺസ്റ്റിപ്പേഷൻ, പിന്നെ കഷിംഗ് ഡിസീസ്, സിസ്റ്റൈറ്റിസ്, ഡിപ്രഷൻ, ഡിസ്മെനോറിയ, ഡിസ്പെപ്സിയ, എക്സിമ. ഐ ഡിസോർഡേഴ്സിന് യൂസ് ചെയ്യാം. കുഷിംഗ് ഡിസീസ് ഐ ഡിസീസിന് യൂസ് ചെയ്യാം. പിന്നെ ഫ്രെക്കിൾസ്, ഗൊണോറിയ, ഗ്രീവൽ, ഹെയർ ലോസ്, ഹെമറോയിഡ്സ്, ഹെർബ്സ്. ഹോർമോണൽ ഡിസോർഡേഴ്സിന് യൂസ് ചെയ്യാം. ഹോട്ട് ഫ്ലഷസ്, ഹിസ്റ്ററെക്ടമി, ഹിസ്റ്റീരിയ, ഇൻഫെർട്ടിലിറ്റി, ജോണ്ടിസ്, ലേബർ പെയിൻസ്, ലിക്കോറിയ, ലിബിഡോ, ലിവർ ഡിസീസിന് യൂസ് ചെയ്യാം. മെനോപോസ്, മെൻസ്ട്രേഷൻ ഡിസോർഡേഴ്സ്, പിന്നെ മെന്റൽ ഡിസോർഡേഴ്സിന് യൂസ് ചെയ്യാം. സോ ദിസ് ഈസ് ലെവൽ 1. അപ്പൊ ഈ ലെവൽ 1 ഇത്രയും കാര്യങ്ങൾ നമുക്ക് സെപ്പിയ കൊടുത്താൽ മാറാം. ഓക്കെ, ഇനി ലെവൽ 2 എന്ന് പറയുന്നത് അഗ്രവേഷൻ ആൻഡ് അമിനറേഷൻ. വേഴ്സ് പറയുന്നത് കോൾഡ് ക്ലൈമറ്റിലെ എയർ, നോർത്ത് വിൻഡ്, സ്നോ എയർ, സ്നോഫോൾ, വെറ്റ്. കുറച്ചുകൂടെ കാണും. Excess before menses, pregnancy, abortion, morning and evening. After first sleep, falling to sleep, sitting, standing, kneeling, jarring, whooping. Coitus before thunderstorm ആണ്. Such ascending, rubbing, lifting, scratching, washing clothes ഒക്കെ aggravation ആണ്. Amelioration എന്ന് പറയുമ്പോൾ violent motion, warmth of bed pressure, hot application, crossing or drawing limbs. After sleep, cold drinks, cold bath, open air. The level 2. ലെവൽ 2. ഇനി നെക്സ്റ്റ്. അപ്പൊ ലെവൽ 1 ആയി, ലെവൽ 2 ആയി. ഇനി കുറച്ച് നമുക്ക് ഉള്ളത് ലെവൽ 3 ഇമോഷൻസ്. അപ്പൊ ഞാൻ ഇമോഷൻസിന് പകരം സമയം ലാഭിക്കാൻ വേണ്ടി ഡെലൂഷൻസിലേക്ക് കടന്നു. ഇമോഷൻസ് എല്ലാവർക്കും അറിയുണ്ടാവും. സാഡ്നസ്, ഫിയർ. എത്രത്തോളാണ് സെപ്പിയക്ക് സാഡ്നസ് എന്നുള്ള ഇമോഷൻ ഉള്ളത്, ഫിയർ ഉള്ളത്, എന്നോയി ഉള്ളത്, ആങ്കർ ഉള്ളത്? ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ സമയക്കുറവുണ്ട്. ഞാൻ ഡെലൂഷനിലേക്ക് ചെന്നിട്ട് ഇമോഷൻസ് പറയാം. ഡെലൂഷൻസ് വായിച്ചോളൂ. Delusions എന്ന് പറഞ്ഞാൽ he was chased and had to run backward. He is poor, family will starve, he is suspended in the air. Dreamsly threat of rape, അതുപോലെ തന്നെ of urinating. Anger, color red, contradictions ആണ്. Colors, desire for light brown, aversion to dark blue and red. Fault finding, fretful, sarcastic, spiteful, striking, vexed and disposed to scold. Contradictory, quarrelsome and complaining. Undertakes things opposed to his intentions. Anxiety with fear, flushes of heat over face. Stasis, mental and physical. Downward bearing, drawing, pulling, dragging. Ptosis, flabby muscles, prolapse, relaxation, drooping of eyelids, പിന്നെ sensation of a plug, ailments related to hormonal changes, menses, pregnancy, menopause, puberty, postnatal, dipple. Tendency to scanty menses or amenorrhea. Never will since the pill. Milky discharges ഉണ്ട്, nasal catarrh, vomit, urine, leukorrhea. Easy fainting, especially in warm rooms and kneeling. And when kneeling, contradictory and alternating states. Ailments related to hormonal changes, menses, pregnancy, menopause, puberty, postnatal, dipple. Tendency to scanty menses or amenorrhea, never well since the pill. Milky discharges, ഇത് പ്രാവശ്യം വായിച്ചിട്ടുണ്ടായിരുന്നു മാം. Nasal catarrh, vomit, urine, leukorrhea. Easy fainting, especially in warm rooms. Circulation എന്ന് പറയുമ്പോൾ venous, especially the female pelvic organs of or portal system and of digestive tracts. Venous stasis, ptosis of viscera. Females dragged down by overwork or loss of vital fluids, excess sexual indulgence, എന്താണ് മനസ്സിലാവില്ല. Subject to prolapse, uterine prolapse, uterine troubles, uterine reflexes,
sudden prostration, symptoms settle in back in ileocecal region, ovaries, etc., and upward to head. Weak, empty, hollow feeling in epigastrium, chest, muscles, lumbar, back, hips, knees, etc., or sensation of fullness. Symptoms are sensation of a lump or something rolling over internally. Feels cold even in warm room. Rectum, sensation of weight at anus, lump or ball in rectum not relieved by stool. Diarrhea after milk from sea bathing. Urination, voluntary from fight. Involuntary from fight. Abdomen, uterus and back. Abdominal colic and distension, brown spots on abdomen, weight in abdomen, bearing down feeling of pelvic organs. A funneling sensation as of prostration, better sitting down and crossing limbs. Uterus congested and protrusion ആണ്. Funneling sensation as of protrusion. Better sitting down and crossing limbs. Uterus congested, displaced and prolapsed. Tendency to abortion in the 5th to 7th month. Backache and weakness in small of back as though back had given way from overwork. So ഇതാണ് നമ്മുടെ ഒരു ഓവറോൾ അണ്ടർസ്റ്റാൻഡിങ്. സ്റ്റോപ്പ് ഷെയർ. ആരും വീഡിയോ ഓൺ ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ അടുത്ത് പറയുന്ന പോലെ ആയിരിക്കും. ഓക്കെ, എന്താണ് എങ്ങനത്തെ കേസിൽ അപ്പൊ നമുക്ക് സെപ്പിയെ കൊടുക്കുക? എന്തുകൊണ്ടാണ് ഇത്രയും അധികം സിംറ്റംസ് ആണ് നമ്മൾ കോളേജിൽ പഠിക്കാറ്? അപ്പൊ അതിനെ കാറ്റഗറൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ അസുഖങ്ങൾക്ക് യൂസ് ചെയ്യാം, എപ്പോഴൊക്കെയാണ് പേഷ്യന്റിന് അഗ്രവേഷൻ അമിലറേഷൻ വരിക, ദെൻ എന്തായിരിക്കും മെന്റൽ സ്റ്റേറ്റ് പേഷ്യന്റിന്റെ, അതുപോലെ ഡീപ്പർ ലെവലില് ആ ഒരു മെഡിസിൻ സർവൈവ് ചെയ്യുന്ന സിറ്റുവേഷൻ എത്രത്തോളം അതിന്റെ മൈൻഡിനെ ബാധിക്കുന്നു. ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാപാഠം പഠിക്കണ്ട. അപ്പൊ സെപ്പിയ എന്ന് പറയുന്നത് നമ്മുടെ മൊളസ്കയില് സെഫാലോപോഡാണ്. സെഫാലോപോഡ് എന്ന് വെച്ചാൽ മൊളസ്കയ്ക്ക് ഒരു ചെറിയ കുഞ്ഞു വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു അനിമല് വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ചുറ്റുപാടിൽ കഴിയുന്നതായിരുന്നു ബൈവാൾവ്. അത് കഴിഞ്ഞ് കുറച്ചുകൂടിയും അതിന്റെ എവല്യൂഷൻ വന്നപ്പോൾ അത് ഗാസ്ട്രോപോഡായി. എന്ന് വെച്ചാൽ ഈ ഒരു ഷെല്ലിന്റെ മുകളിലായി ജീവി. അത് കഴിഞ്ഞ് സെഫാലോപോഡ് എത്തുമ്പോഴേക്കും ഈ ഷെല്ല്, ഈ പ്രൊട്ടക്ഷൻ ഷെല്ല് ഡിസോൾവ് ചെയ്തിട്ട് അത് ഇന്റേർണലി ചെറിയൊരു ബോൺ മാത്രമായി. അപ്പോൾ അവിടെ പ്രൊട്ടക്ഷൻ ഇല്ല. അപ്പൊ എന്താ വന്നതെന്ന് വെച്ചാല് ബൈവാൾവ് എന്ന് പറയുന്ന വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ആനിമൽ ആയിരുന്നു. ബൈവാൾവിന്റെ ഉള്ളില് ആ ഒരു പ്രൊട്ടക്ഷൻ്റെ ഉള്ളില് ലൈക്ക് ഒരു വളരെ ചെറിയൊരു കുട്ടി ജനിച്ച ഉടനെ എങ്ങനെയായിരിക്കും, വൂം സ്റ്റേജ് എന്ന് വിചാരിക്കും. അമ്മയുടെ ഗർഭപാത്രത്തില് കുട്ടികൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയാ വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഒന്നും അറിയണ്ട വളരെ സിമ്പിൾ ആയിട്ട് ജീവിച്ചിരുന്ന കുട്ടി പെട്ടെന്ന് പുറത്തു വന്നൊരവസ്ഥ. പെട്ടെന്ന് പുറമേ വരൂ മാത്രമല്ല, അവർക്ക് വാക്ക് കൺഫ്യൂഷൻ ആണ്, എന്ത് ചെയ്യണം. ഔട്ട്സൈഡ് വേൾഡ് തന്നെ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ. ഇങ്ങനെ നമുക്ക് കരുതാം. അപ്പൊ ബൈവാൾവ്ന്ന് സെഫാലോപോഡിൽ എത്തുമ്പോഴേക്കും ഈ പ്രൊട്ടക്ഷൻ എൻവോൺമെന്റ് പെട്ടെന്ന് ഡിസോൾവ് ആയി പോയി. ഇല്ല, അവർക്ക് പ്രൊട്ടക്ഷൻ, അവരുടെ ബോഡീനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ആ ഒരു മെക്കാനിസം ഇപ്പം ഇല്ല. അപ്പൊ സെപ്പിയ പേഷ്യൻസിന് എന്ത് തോന്നും? ഔട്ട്സൈഡ് വേൾഡ് ഭയങ്കരമായിട്ട് പേടിയായിട്ട് തോന്നും. ഒരു പോയിന്റ്. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഒരു വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തു പോവാന്ന് വിചാരിക്കും. നമുക്ക് എല്ലാ മെഡിസിനും നമ്മളെ മസ്കുലൈൻ പവർ ആൻഡ് ഫെമിനൈൻ പവർ വെച്ചിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. എന്നുവെച്ചാൽ ഫെമിനൈൻ പവർ ശരിക്കും ഇപ്പോഴത്തെ നമ്മുടെ ഒരു എവല്യൂഷൻ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഒന്നും ഇല്ല. പക്ഷെ ശരിക്കും എങ്ങനെയാണ് നമ്മുടെ സിസ്റ്റം, നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം ഒക്കെ നമുക്ക് ഒരു ഹ്യൂമൻ ബീങ്സിന് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഫെമിനൈൻ, ഒരു ഫെമിനിസം എന്ന് പറയുന്നത്, അല്ല ഫെമിനൈൻ ക്യാരക്ടർ എന്ന് പറയുന്നത് കുറച്ചുകൂടി ലവ്, കെയർ, അഫെക്ഷൻസ്, കുട്ടികളെ നോക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ. നമ്മൾ ഒരു നെക്സ്റ്റ് ജനറേഷൻ നമ്മൾ ടേക്ക് കെയർ ചെയ്യണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ വളരെയധികം നമ്മൾ കുറെ പേർക്ക് എതിരുണ്ടാവും. എങ്കിലും ഞാൻ പറയാണ്, ഈ ലവ്, കെയർ, അഫെക്ഷൻസ് കൂടുതലായിട്ട് സ്ത്രീകൾക്ക് വേണം. എന്നാലല്ലേ നെക്സ്റ്റ് തലമുറ നന്നായിട്ട് വളരുള്ളൂ. ഇനി മസ്കുലൈൻ എനർജി എന്ന് പറയുന്നത് പുറമേ പോയിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കൊണ്ടുവന്ന് തരിക, പ്രൊട്ടക്ഷൻ അല്ലേ. അത് ഇൻ ടേംസ് ഓഫ് ഫുഡ് ആയിരിക്കാം, മണി ആയിരിക്കാം, എല്ലാം പ്രൊട്ടക്ട് ചെയ്യേണ്ടത് മസ്കുലൈൻ എനർജി ആയിരുന്നു. അപ്പോൾ ഈ സെപ്പിയയ്ക്ക്
ബൈവാൾ എന്ന് പറഞ്ഞാൽ ഈ ഷെല്ലിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു ജീവിയാണ്. പെട്ടെന്ന് ഇവർക്ക് ഈ ഷെല്ല് ഇല്ലാതെ പോയി. അപ്പോൾ ഉള്ള ആങ്സൈറ്റി, ഫിയർ ഒക്കെ ഉണ്ട്. സെയിം ടൈം ഈ ഷെല്ലിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ അവർക്ക് ഭയങ്കര സഫോക്കേഷൻ ആണ്. ഇൻസൈഡ് വൂമ്പ് സഫോക്കേഷൻ ആവുകയും തോന്നും. അപ്പൊ ഈ രണ്ട് ക്യാരക്ടറും ഈ ഒരു പേഷ്യന്റിൽ കാണാം. കാരണം എന്താ വെച്ചാൽ ഒരു ഷെല്ലിന്റെ ഉള്ളിൽ കുറെ കാലം കഴിഞ്ഞിരുന്ന ഒരു ജീവിയാണ്. അപ്പൊ നമുക്ക് ഈ ഒരു പെട്ടെന്ന് പുറത്തേക്ക് വന്നുല്ലോ ഷെല്ലില്ലാതെ, അല്ലെങ്കിൽ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റണത് ആ ഒരു പ്രൊട്ടക്ഷൻ കവർന്ന് ആ ജീവി പെട്ടെന്ന് പുറത്തേക്ക് വന്നു. പുറത്തു വന്നപ്പം ഔട്ട്സൈഡ് വേൾഡ് ത്രെട്ടൻഡ് ആണെന്ന് തോന്നിയിട്ട് പെട്ടെന്ന് വീണ്ടും ഷെല്ലിന്റെ ഉള്ളിലേക്ക് പോയി. ഈ രണ്ട് സ്റ്റേജ് നമുക്ക് സെപ്പിയയിൽ കാണാം. അപ്പൊ ഈ എന്തെങ്കിലും ഡേഞ്ചർ വന്നാൽ പെട്ടെന്ന് വിത്ഡ്രോ ചെയ്യുക ആ സിറ്റുവേഷൻസിൽ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ഈ ഒരു ഫെമിനൈൻ ആസ്പെക്ട് ആയിരുന്നു ബൈവാൾവിന്. എന്ന് വെച്ചാൽ ഒരു പ്രൊട്ടക്ഷൻ ലെയറിൽ ഇരുന്നിട്ട് അവര് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുകയായിരുന്നു. പുറം ലോകം അറിയണ്ടായിരുന്നില്ല. പിന്നെ പുറം ലോകം അറിയാൻ തുടങ്ങിയപ്പം അവർക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്രയും കാലം ഞാൻ ഈ പ്രൊട്ടക്ഷന്റെ ഉള്ളിലായിരുന്നു, അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്റ്റഡ് വേൾഡിലായിരുന്നു, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ആ ഒരു ലിമിറ്റഡ് സ്പേസിൽ നിന്നിട്ട് ഓവർ വർക്ക് ചെയ്ത് തുടങ്ങി, ഓവർ കാര്യങ്ങൾ ചെയ്തു തുടങ്ങി, ഓവർ ഫെമിനൈൻ നേച്ചർ എനിക്ക് വന്നു. ഫെമിനൈൻ നേച്ചർ ഓവർ എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് ലവ്, കെയർ, അഫെക്ഷൻസ് ഇത് മാത്രം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഔട്ടർ വേൾഡിനെ കുറിച്ച് യാതൊരു ചിന്തയില്ല. കുറേ അമ്മമാരുണ്ടല്ലോ ഇപ്പോഴും അങ്ങനെ, സ്വന്തം വീട് മാത്രം കാര്യങ്ങൾ ചെയ്യുക. ഔട്ട്സൈഡ് വേൾഡിനെ കുറിച്ച് അവർക്ക് ഒന്നും അറിയില്ല. പണിതിട്ട് രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ 4 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി 12 മണി വരെ. എന്തിനാ ഇങ്ങനെ ചെയ്യണ? ഹാർഡ് വർക്കാണ് അവരെപ്പോഴും. അപ്പോൾ ഈ ഫെമിനൈൻ നേച്ചർ, നല്ല ലേഡി അല്ലെങ്കിൽ നല്ല അമ്മ, നല്ല കുടുംബിനി, ഈ ഒരു ലെവലിൽ മാത്രമാണ് അവിടെ തോട്ട് പ്രോസസ്സ്. പക്ഷെ ഒരു സമയം ചെല്ലുമ്പോൾ സഫേർഡ് റോങ്, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് ബുദ്ധിമുട്ടി, എനിക്ക് ഫ്രീഡം ഇല്ലായിരുന്നു, ഞാൻ ഈ ഒരു സ്പേസിൽ മാത്രമായി പോയി എന്നുള്ളൊരു ചിന്താഗതി വരും. അപ്പോൾ ഈ ഒരു സ്പേസിൽ നിൽക്കുമ്പോൾ ഈ ഒരു ഫെമിനൈൻ ആസ്പെക്ട് ഹയർ ലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യും? ടൂ മച്ച് ഇൻഡസ്ട്രീസ് ആവും, ഒരുപാട് ഓവർ വർക്കിംഗ് ചെയ്തുകൊണ്ടേയിരിക്കും. സെയിം ടൈം അവർക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും, ഇത് ഈ ഒരു സ്പേസ് മാത്രം എനിക്ക് നിൽക്കുമ്പോൾ അതെനിക്ക് റെസ്ട്രിക്റ്റഡ് ആണ്, എനിക്ക് പുറത്ത് പോയേ പറ്റൂ. ദാറ്റ് ഈസ് മസ്കുലൈൻ എനർജി. അപ്പോൾ അവര് ഭയങ്കര എഫേർട്ട് എടുത്തിട്ട് പുറത്തേക്ക് പോകാനുള്ള ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ പുറത്തേക്ക് പോകാനുള്ള ഒരു തോട്ട് പ്രോസസ്സിലേക്ക് എത്തും. പക്ഷേ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവർ അത്രയധികം ട്രെയിൻഡ് അല്ല. പുറത്ത് പോയി കാര്യങ്ങൾ ചെയ്യാനോ അങ്ങനെയൊന്നും മൈൻഡ് ആ ഒരു കപ്പാസിറ്റിയിലേക്കൊന്നും ശരിക്കും അവർ എത്തിയിട്ടില്ല. വളരെ സ്ട്രെയിൻ ചെയ്തിട്ടാണ് ഇത് ചെയ്യണേ. അതുകൊണ്ടാണ് ഈ സ്ട്രെയിൻ ചെയ്തിട്ട് വരുമ്പോഴാണ് നമ്മുടെ എൻഡോക്രൈനൽ ഗ്ലാൻസിന് ടൂ മച്ച് എന്ത് വരും? പ്രഷർ വരും, ഭയങ്കരമായിട്ട് വീക്ക്നെസ് സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്യും ഒരുപാട്. പിന്നെ അത് വാട്ടറിലല്ലേ ഈ ഒരു അനിമൽസ് ഉള്ളത്, അതുകൊണ്ട് ഒരുപാട് വാട്ടർ കണ്ടന്റ് ഇവരുടെയൊക്കെ ബോഡിയിൽ കൂടുകയും ചെയ്യും. അപ്പൊ പുറമേക്ക് വരുമ്പോൾ ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ, പുറമേയുള്ള വേൾഡ് എന്ന് പറയുന്നത് മസ്കുലൈൻ എനർജിയാണ്. എല്ലാവരും മൂവ് ചെയ്യണു, വർക്ക് ചെയ്യണു, എന്നിട്ട് വീട്ടിലുള്ളവർക്ക് ഉള്ള ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കണു. അപ്പൊ ഇവര് അതാവാൻ വേണ്ടി ശ്രമിക്കും, അതൊട്ട് ആവൂല. ഇവിടെ ഒരു അഗ്രഷൻ ഫാക്ടർ ഡെവലപ്പ് ചെയ്യും. ഈ അഗ്രഷൻ ഫാക്ടർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഭയങ്കരമായിട്ട് വീക്ക്നെസ് ഇവർക്ക് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ഇനി ഈ ഒരു ക്യാരക്ടർ വെച്ചിട്ട് നമുക്ക് വീണ്ടും മെഡിസിൻ വായിക്കുമ്പോൾ കുറച്ചുകൂടി കാര്യമായിട്ടുള്ള എങ്ങനെയാണ് ഈ മെഡിസിൻ ഇങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നോക്കാം. ഒന്നുകൂടി ഒന്ന് ഷെയർ ചെയ്യാം ഞാൻ സ്ലൈഡ്സ്. ഇനി നസീം ഒന്ന് വായിച്ചു നോക്ക്. ഓരോ സിംറ്റം നമുക്ക് മനസ്സിലാവുമോ നോക്കൂ. ഇതേപോലെ വായിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമാണ്. ഒരു കാര്യം ഞാൻ പറയാം. മൊളസ്ക എന്ന് പറയുന്നത് സോഫ്റ്റ് ബോഡീഡ് ആണ്. സോഫ്റ്റ് ബോഡീഡ് ആണ്, നോൺ അഗ്രസീവ് അനിമൽ ആണ്. എന്ന് വെച്ചാൽ അവർക്ക് അവരുടെ കാര്യങ്ങൾ, കുഞ്ഞു കുഞ്ഞു ജീവികളെ മാത്രം കൺസ്യൂം ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരെ ഒരു ഉപദ്രവവും ബാക്കിയുള്ളവർക്കില്ല. കുറെ മൊളസ്ക നമുക്ക് അധികം മൂവ്മെന്റും ഇല്ല. അപ്പൊ ഈ അധികം മൂവ്മെന്റ് ഇല്ലാത്ത ഒരു എനർജി നമുക്ക് മനസ്സിലാവുമ്പോൾ നമ്മൾ അധികം പ്ലാൻഡ് ആണെന്ന് വിചാരിക്കും. എപ്പോഴാണ് നമുക്കൊരു കേസിൽ മൊളസ്ക കൊടുക്കേണ്ട വരാന്ന് വെച്ചാൽ,
ആനിമൽ കിങ്ഡം ആണോ അതോ പ്ലാന്റ് കിങ്ഡം ആണോ മിനറൽ കിങ്ഡം ആണോ എന്നുള്ള കൺഫ്യൂഷൻ വരുമ്പോൾ. അധികം മൊളസ്ക നമ്മൾ റെപ്പർട്ടറൈസ് ചെയ്യുമ്പോൾ നാട്രമൂറ് അല്ലെങ്കിൽ കാൽക്കേരിയ വരുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ മൊളസ്കയ്ക്കുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. അപ്പോഴാണ് നമുക്ക് ശരിക്കും ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ആ ഒരു ഇത് മൊളസ്ക ആവാം ഈ കേസ് എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ അനിമൽ കിങ്ഡത്തിലെ അനിമൽസിനൊക്കെ ഭയങ്കര മൂവ്മെന്റ് ആണല്ലോ. സെപ്പിക്ക് മൂവ്മെന്റ് ഉണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ കുറച്ചുകൂടിയും ആ ഒരു മൂവ്മെന്റിലേക്ക് വന്നു തുടങ്ങി. അതല്ലാത്ത ബാക്കി എല്ലാ മൊളസ്കയ്ക്കും ഒരിക്കലും മൂവ്മെന്റ് ഇല്ല. പലതും വളരെ സ്ലോ മൂവ്മെന്റ് ഉള്ള അനിമൽസ് ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്ലാന്റ് കിങ്ഡത്തിലെ മെഡിസിൻ ആണോ വന്നിരിക്കുന്നത് എന്നുള്ളത് സംശയം തോന്നാം. പിന്നെ ഇനി എന്തുകൊണ്ട് ഈ ഒരു സെപ്പിയയ്ക്ക് ഇതാ കണ്ടോ, അഡിസൺ ഡിസീസ്, അമിനോറിയ, അതുപോലെ ബ്ലാഡർ വീക്ക്, കോൺസ്റ്റിപ്പേഷൻ, ചൈൽഡ് ബർത്ത്, പിന്നെ ഹോർമോണൽ ഡിസോർഡേഴ്സ്, ഇൻഫെർട്ടിലിറ്റി എങ്ങനെയാ വന്നത്? ഇവിടെ ഒന്ന് നോക്കി നോക്കൂ. എന്തൊക്കെയാണ്? മസ്കുലൈൻ എനർജി അല്ലേ, ടെസ്റ്റോസ്റ്ററോൺ കൂടുന്ന ഒരു അവസ്ഥ. എപ്പോഴാണ് നമുക്ക് ടെസ്റ്റോസ്റ്ററോൺ കൂടുന്നത്? നമ്മൾ ഓവറായിട്ട് ബാക്കി കാര്യങ്ങളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, ഓവറായിട്ട് വീട് പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, ഓവറായിട്ട് നമ്മൾ ബാക്കിയുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങും. ശരിക്കും അതാണ് മസ്കുലൈൻ എനർജി എന്ന് പറയുന്നത്, പ്രൊട്ടക്ഷൻ ആണ്. അപ്പോൾ ഈ ഫെമിനൈൻ നേച്ചറിന്ന് നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം. ഇപ്പോഴത്തെ സ്ത്രീകൾക്ക് കൂടുതലായിട്ട് സെപ്പിയ വരുന്നതിന്റെ കാരണം പലരും വർക്കിംഗ് വുമണും കൂടിയാണ്. അപ്പോൾ നമുക്ക് വീട്ടിലെ എല്ലാ കാര്യങ്ങളും, നമ്മൾ മാമൽസ് ആണല്ലോ, അപ്പൊ കുട്ടികളെ നോക്കുക എന്നുള്ളൊരു സംഭവം കാര്യങ്ങൾ നല്ലോണം ഉണ്ട്. അതിന്റെ കൂടെ നമ്മൾ വർക്കിങ്ങും ചെയ്യുന്നു എന്ന് വെച്ചാൽ മസ്കുലൈൻ എനർജിയിലേക്കും കൂടി പോകുന്നു. അപ്പൊ ഈ ഒരു സംഭവം വരുമ്പോൾ തന്നെ ഹോർമോണൽ വേരിയേഷൻസ് നല്ലോണം വരാം, അമിനോറിയ. അപ്പൊ ഇതൊന്നും കാണാപ്പാഠം പഠിക്കേണ്ട കാര്യമില്ല. ഉറപ്പാണ് ഹോർമോൺ ഡിസോർഡേഴ്സ് ഉണ്ടാവുന്നത്. ഓവറി ഡിസോർഡർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി എന്ത് ഡിസോർഡർ ആയിരിക്കും? തൈറോയ്ഡ് ഡിസോർഡർ ആയിരിക്കും. ഇതിന്ന് ഉറപ്പല്ലേ? നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഇവരെങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നത് മനസ്സിലാവും. ആ ഒരു എങ്ങനെയാണ് ആ സിറ്റുവേഷൻ, എങ്ങനെയാണ് എവല്യൂഷണറി ഈ ഒരു അനിമൽ വന്നിരിക്കുന്നത്, ഇതിന്നൊക്കെ നമുക്കിത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നേട്രം ലൈനാണ് അവര് അല്ലെ, നേട്രം ഉപ്പിലല്ലേ അല്ലേ, ഉപ്പ് വെള്ളത്തിലല്ലേ. ഈ നേട്രം ലെവലിലാണ് ഈ സെപ്പിയ വരിക. പ്ലസ് അതിന് ബോൺ ഉണ്ടല്ലോ, ഷെല്ലുണ്ടല്ലോ, സോ കാൽക്കേരിയയും കൂടി വരും. ഞാൻ പറഞ്ഞല്ലോ മസ്കുലൈൻ എനർജിയിലേക്കും കുറച്ച് വരികയാണ്. അപ്പൊ സെപ്പിയയ്ക്ക് കുറച്ചുകൂടി കാൽക്കേരിയ റോഡ് കുറച്ചുകൂടി സിംറ്റംസും കൂടി ഉണ്ടാവും. അപ്പോ നേട്രം ലൈനുള്ള എല്ലാ മെഡിസിൻസിനും ഈ പറയുന്ന പോലെ വയറ് സംബന്ധമായിട്ടുള്ള ഗ്യാസ്ട്രിക് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും പെത്തോളജീസും ഉണ്ടാവും. സോ കോൺസ്റ്റിപ്പേഷനും അതുപോലെ ഈ അബ്സോർപ്ഷൻ കുറവൊക്കെ എന്തായാലും ഉണ്ടാവും. നാട്രം ലൈനാണ്, അത് അണ്ടർസ്റ്റുഡ് ആണ്. നാട്രം ലൈൻ കൊണ്ട് ഈ വക കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളത്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും, അതുപോലെ ബ്ലാഡർ വീക്കാണ്. ആ ഒരു അനിമലിന്റെ സ്ട്രക്ചറിങ് നോക്കി നോക്കൂ. പെൽവിക് കൺജഷൻസ് ആണ് കൂടുതൽ പറയുന്നത്. ആ ഒരു ഫോട്ടോ എടുത്ത് നോക്കുമ്പോഴേ നമുക്കറിയാം ഒരു പെൽവിക് കൺജഷൻസ് കൂടുതലായിട്ട് ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ അതിന്റെ ഒരു സ്ട്രക്ചർ നോക്കി നോക്കൂ, ഹോളോ ആണ് ഉള്ളില്. അപ്പൊ ഈ വാട്ടർ അത് ആ ഒരു വീഡിയോ വെക്കാൻ പറ്റുമോ നസീമ? ശരിക്കും അതിന്റെ മൂവ്മെന്റ്, വാട്ടർ കൂടെ അതിന്റെ മൂവ്മെന്റ് നോക്കുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും ആ ഒരു വീനസ് കൺജഷൻ നന്നായിട്ട് വരുന്ന രീതിയിലാണ് അതിന്റെ ഒരു സ്ട്രക്ചർ ഇരിക്കുന്നത്. ആ സ്ട്രക്ചറിന്റെ പ്രത്യേകത കൊണ്ടാണ് ഇത്രയും കൂടുതൽ വീനസ് കൺജഷൻ ആ മെഡിസിൻ ഉള്ളത്. പിന്നെ ഉള്ളത് അഗ്രവേഷൻ അമിലേഷൻ വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഇന്റർപ്രറ്റ് ചെയ്യാം കേട്ടോ. ഡെല്യൂഷൻ, ഹി വർ ചേസ്ഡ് ആൻഡ് ഹാഡ് ടു റൺ ബാക്ക്വേർഡ്. ഒന്ന് ഇതിന്റെ മൂവ്മെന്റ് എന്തെങ്കിലും ബാക്ക്വേർഡ് ആണെന്ന് തോന്നുന്നു, എന്തെങ്കിലും ഒരു ത്രെട്ട് വന്നു കഴിഞ്ഞാൽ. അതല്ലാതെ ഞാൻ ഈ പറഞ്ഞ ഷെല്ലിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ പ്രൊട്ടക്റ്റീവ് ഷെല്ലിൽ ഉണ്ടായിരുന്ന അനിമലാണ് ഫസ്റ്റ് നമ്മൾ പുറത്തേക്ക് പോണത്. ആദ്യമായിട്ട് പുറം ലോകം കാണാണ്, അല്ലെങ്കിൽ അതിന് ഒരു പർപ്പസ് ഉണ്ട് ലൈഫ് എന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാണ്. അപ്പോൾ എല്ലാം എന്ത് തോന്നും? ആരോ എന്നെ പിന്തുടരുന്നുണ്ട്, ഹിവർ ചേസ്ഡ്. എന്നിട്ട് പിന്നീട് പെട്ടെന്ന് ഈ ഒരു പ്രൊട്ടക്റ്റീവ് ലെയറിലേക്ക്, പ്രൊട്ടക്റ്റീവ് എൻവയോൺമെന്റിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു മെന്റൽ സെറ്റപ്പ് കൂടെയാണ് ഇവര് പോവുക. പിന്നെ ഫാമിലി വിൽ സ്റ്റാർവ് എന്ന് വെച്ചാൽ ഈ ഒരു പ്രൊട്ടക്റ്റീവ് ലെവലിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ അവർക്ക് ആരുമില്ല, പ്രൊട്ടക്ഷൻ ഫുഡും കാര്യങ്ങളും ഒന്നും കൊടുന്നു തരാൻ ആരുമില്ല. ഈ റോ 4-ലെ കുറെ അധികം സിംറ്റംസ്. റോ 4 എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ? ഫുഡ്, ഫാമിലി എല്ലാം വരും. അപ്പൊ ഈ ഒരു ചിന്താഗതിയും അവർക്ക് വരും. അപ്പൊ നമുക്ക് റോ 3, റോ 4 ആണ് സെപ്പിയ എന്ന് അറിഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു സിംറ്റം കാണാപ്പാഠം പഠിക്കേണ്ട യാതൊരു കാര്യമില്ല. ഇനി ത്രെഡ്സ് ഓഫ് റേപ്പ് എന്ന് വെച്ചാൽ ഫെമിനൈൻ നേച്ചറാണ് ഇവര്, അതൊന്ന് മസ്കുലൈൻ നേച്ചറിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ മസ്കുലൈൻ ക്വാളിറ്റിയും കൂടി വരികയാണ്. അപ്പൊ ഭയങ്കരമായിട്ട് പേടിയാണ് മസ്കുലൈൻ വേൾഡ് എന്ന് വെച്ചാൽ ഈ ഒരു മെയിൽ
ആൾക്കാരോട് ഭയങ്കരമായിട്ട് ഒരു പേടി അവർക്ക് തോന്നും. കാരണം ടൂ ഫെമിനൈൻ ആയിരുന്നു. അതെന്ന് പുറം ലോകം അറിയില്ല. അതുകൊണ്ട് ഓപ്പോസിറ്റ് സെക്സിനോട് ഭയങ്കരമായിട്ട് പേടിയാണ്. പിന്നെ ഡ്രീംസ് ഓഫ് യൂറിനേറ്റിംഗ്. കാരണം പെൽവിക് മസിൽസ് ഒന്നും സ്ട്രോങ് അല്ല, ഭയങ്കരമായിട്ട് വീനസ് കൺജഷൻ ഉണ്ട്. സോ ഡ്രീംസ് ഓഫ് യൂറിനേറ്റിംഗ് അവിടെ ഉണ്ടാവും. പിന്നെ ആങ്കർ. ഈ ഫെമിനൈൻ ക്യാരക്ടർ ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രൊട്ടക്ഷൻ ഒരു എൻവയോൺമെന്റിലായിരുന്നു ഈ ഒരു ആനിമല്. ഈ ആനിമലിന് അവിടെ അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് മതിയായി, ടൂ മച്ചായി, ഒരുപാട് ജോലിയായി, ഒരുപാട് കാലമായി ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നു, എനിക്ക് പുറത്തേക്ക് പോകണം. അപ്പോൾ വീടിന്റെ ഉള്ളിലാണ് സഫോക്കേഷൻ, ഫാമിലിയാണ്, ഭർത്താവാണ്, കുട്ടികളാണ് അവരുടെ പ്രശ്നം, പുറത്തേക്ക് പോകണം. അപ്പോൾ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ആയി എനിക്ക് വർക്ക് ചെയ്തിട്ട് എനിക്ക് വയ്യ എന്ന് പറയും. അപ്പോൾ തൊട്ടതിനും പിടിച്ചതിനൊക്കെ കോൺട്രാഡിക്ഷൻ, എല്ലാം എതിർത്ത് പറയുന്ന ഒരു രീതിയിലേക്ക്. എപ്പോഴും മസ്കുലൈൻ എനർജി ബോഡിയിൽ കൂടുതൽ ഉണ്ടാകുമ്പോൾ ആങ്കർ ഇഷ്യൂസ് കൂടും. ഈ ആങ്കർ ഇഷ്യൂസ് ഈ ഒരു ഫെമിനൈൻ ആൻഡ് മസ്കുലൈൻ ബാലൻസ് വന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഗ്ലാൻസിന് കുറച്ച് ബുദ്ധിമുട്ടുകൾ സ്റ്റാർട്ട് ചെയ്യും. തൈറോയ്ഡ് സ്റ്റാർട്ട് ചെയ്യും, ദെൻ ഓവറി ഏറ്റെടുക്കും, പിന്നെ നമ്മുടെ ഡയബറ്റിസ്, പാൻക്രിയാസ് ഏറ്റെടുക്കും. അപ്പൊ ഇതൊരു ബാലൻസ് തെറ്റിപ്പോവും. അപ്പൊ പിന്നെ ഫോൾട്ട് ഫൈൻഡിങ് നേച്ചർ, സർക്കാസം എന്ന് വെച്ചാൽ ആ ഒരു ലേഡി ആ ഒരു ഫാമിലിയുടെ സെറ്റപ്പിൽ ഇരുന്നിട്ട് ടൂ മച്ചായി, ഒരുപാട് അവർക്ക് വേണ്ടി വർക്ക് ചെയ്തു. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വാറൽസം നാച്ചുറലിലേക്ക് വരും. എന്നുവെച്ചാൽ എല്ലാറ്റിനോടും ഇറിറ്റേഷൻ ആയിരിക്കും, എല്ലാറ്റിനെയും അവര്, കാരണം ഈ ഒരു ഫാമിലിയുടെ ഉള്ളിൽ നിന്ന് അവർക്ക് പുറത്തു പോകണം. അപ്പോൾ തൊട്ടതൊക്കെ ബുദ്ധിമുട്ട് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോകും. അപ്പൊ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് എളുപ്പമാണ് ഇത് പിടിക്കാൻ. അപ്പൊ ഈ ഡൗൺവേർഡ് ബെയറിങ്, ഡ്രാഗിങ് സെൻസേഷൻ എന്നുള്ളത് ആ ഒരു ആനിമലിന്റെ പ്രത്യേകതയാണ്. ആ ഒരു മസിൽസ് ഒക്കെ ഭയങ്കര വീക്കാണ്, ലോവർ. അപ്പൊ ഇതുണ്ടാവാൻ ടോസിസ് കണ്ടിട്ടുണ്ടോ? ഇതിന്റെ കണ്ണ് കാണാൻ പറ്റും, നമുക്ക് നോക്കി നോക്കാം. ഇതത്ര ക്ലിയർ ആവുന്നില്ല എനിക്ക് തോന്നുന്നു. അതൊക്കെ വളരെ ഇതായിട്ട് വളരെ കൃത്യമായിട്ട് ഡെവലപ്മെന്റ് ഒന്നും ആയിട്ടില്ല എന്ന് തോന്നുന്നു. ഒന്ന് നോക്കി നോക്കൂ, അപ്പൊ അതിനും ഉത്തരം നമുക്ക് കിട്ടും. പിന്നെ ഈ ഡിസ്ചാർജസ്, കെറ്റാറ വെള്ളത്തിലല്ലേ, നാട്രം ലൈൻ അല്ലേ, നാട്രം സോഡിയം പൊട്ടാസ്യം തമ്മിൽ വേരിയേഷൻ വന്നിട്ടുണ്ടാവും, അറിയില്ല കേട്ടോ, അത് ഞാൻ അസ്യൂം ചെയ്ത് പറയുന്നതാണ്. അപ്പൊ മേ ബി ഡിസ്ചാർജസ് ഉണ്ടാവാം. അപ്പൊ ഈ നാട്രം ലൈനിൽ ലാറ്റിനും നാസൽ കെറ്റാറ കൂടുതലാണ്, ഈ വെള്ളം വരുന്നത് കൂടുതലാണ്. പിന്നെന്താ ഉള്ളത്? എലിമെന്റ്സ് റിലേറ്റഡ് ടു ഹോർമോണൽ ചേഞ്ചസ്. ഹോർമോണൽ ചേഞ്ചസ് പറഞ്ഞല്ലോ. ഈ ഹോർമോണൽ ചേഞ്ചസ് എന്ന് വെച്ചാൽ എവറി സ്റ്റേജസ്, പ്യൂബർട്ടി, മെനോപോസ്, ഇങ്ങനെ എല്ലാ സ്റ്റേജസും പറഞ്ഞിട്ടുണ്ട് അതിൽ. മെൻസസ്, പ്രഗ്നൻസി, മെനോപോസ്, പ്യൂബർട്ടി, പോസ്റ്റ് നാറ്റൽ, ഹോർമോണൽ പിൽ കഴിക്കുക. ഇത് നമുക്ക് ഇത് മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് അത് വരുന്നത് എന്നുള്ളത്. പിന്നെ ഈസി ഫെയിൻഡിങ് ആയിരിക്കുമല്ലോ, എന്ന് വെച്ചാൽ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു ആനിമലാണ്. ആനിമൽ വലിയ കാര്യങ്ങൾക്ക് പുറത്തു പോവാണ്. അപ്പൊ ചെറിയ കാര്യങ്ങൾ വരുമ്പോഴേക്കും അവർക്ക് അത് സഹിക്കാൻ പറ്റില്ല. നെർവസ് സിസ്റ്റം ഒന്നും അത്രയും കംപ്ലീറ്റ്ലി ഡെവലപ്ഡ് ഒന്നല്ല. അപ്പൊ അതുകൊണ്ട് ഈസി ഫൈൻഡിങ് ഉണ്ടാവാം. ഇനി കോൺട്രാഡിക്ടറി ആൻഡ് ഓൾട്ടർനേറ്റിംഗ് സ്റ്റേറ്റ്. ഈ ഫെമിനൈൻ നേച്ചറിന് മസ്കുലൈൻ നേച്ചർ വരിക, ഡെഫിനറ്റ്ലി കോൺട്രാഡിക്ടറി നേച്ചർ ഉണ്ടാവും, ഓൾട്ടർനേറ്റിംഗ് സ്റ്റേറ്റ്സ് ഉണ്ടാവും. ഒരു ഭാഗത്ത് ഭയങ്കര ലവ്, കെയർ, അഫെക്ഷൻ, മറ്റു ഭാഗത്ത് ആങ്കർ ഇഷ്യൂസ്. എന്ന് വെച്ചാൽ മസ്കുലൈൻ ഒരു ലെവലിലേക്ക് അവര് വരാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ്. അതൊരു മസ്കുലൈൻ അല്ല, എന്നാൽ ഫെമിനൈനിൽ നിന്നും പോവുകയും ചെയ്തു. ഈ ഒരു ലെവലിൽ വരുമ്പോൾ ഈ കോൺട്രാഡിക്ഷൻസും ഓൾട്ടർനേറ്റീവ് സ്റ്റേറ്റ്സും അവർക്ക് നിലനിൽക്കും. ഇത് നമുക്ക് മനസ്സിലായി. ഫീമെയിൽസ് ഡ്രാഗ്ഡ് ഡൗൺ ബൈ ഓവർവർക്ക് പറഞ്ഞല്ലോ. ഒന്ന് മസ്കുലൈൻ, ഫെമിനൈൻ മസ്കുലൈൻ വരുമ്പോൾ ഇവർക്ക് ഒരു തോന്നലുണ്ട്, ഞാൻ ട്രൂലി ആ ഒരു ഫെമിനൈൻ നേച്ചർ എനിക്ക് തുടരണം എന്നുള്ളത്. അപ്പോൾ ഓവർ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ ഓവർ വർക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഒരു ബാക്കിയുള്ളവിടുന്ന് അപ്രീസിയേഷൻ വേണം. പല ലേഡീസും പറഞ്ഞത് എനിക്കറിയാം, അപ്രീസിയേഷൻ ഇല്ല, എനിക്ക് മടുത്തു വർക്ക് ചെയ്തിട്ട്. എന്തിനാ അപ്രീസിയേഷൻ? നമുക്ക് നമ്മുടെ മക്കളെയും ഹസ്ബൻഡിനെയും നോക്കണേന് അപ്രീസിയേഷന്റെ ആവശ്യമില്ല. പക്ഷെ സെപ്പിയ ഒക്കെ ആ ഒരു മസ്കുലൈൻ നേച്ചർ പതുക്കെ വന്നു തുടങ്ങുന്നതുകൊണ്ട്
അവർക്കെല്ലാം അപ്രിസിയേഷൻ വേണം. ഞാൻ ഒരുപാട് വർക്ക് ചെയ്തു, ഇത് കാണിക്കാൻ വേണ്ടി ഓവർ വർക്ക് ചെയ്യും. ഞാൻ ഭയങ്കര നല്ല ഫീമെയിൽ ആണ്, എനിക്കൊരു മസ്കുലൻ പാർട്ട് ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എക്സസ് ഓഫ് സെക്ഷൽ രണ്ടും പറയുന്നുണ്ട്. എക്സസ് ഓഫ് സെക്ഷൽ ഇൻഡ്യൂറൻസും സെക്ഷൽ അവേർഷനും പറയുന്നുണ്ട് കേട്ടോ. ഫ്രസ്ട്രേഷൻ ഇത്രയും കൂടുതൽ നമുക്ക് ഒരുപാട് വർക്ക് ചെയ്തു, ഗ്ലാൻസും വീക്ക് ആവാൻ തുടങ്ങി, ഭയങ്കരമായിട്ട് കോൺഫ്ലിക്റ്റ് ആണ്. ഇവിടെ നിൽക്കണോ അങ്ങോട്ട് പോകണോ, ഇത് ഞാൻ ചെയ്യണോ, എന്നെ മുതലെടുക്കാണോ, അതോ എനിക്ക് ഔട്ടർ വേൾഡ് പോയിട്ട് കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യണോ, പക്ഷെ എനിക്ക് പേടിയാണ്. ഈ ഒരു കോൺഫ്ലിക്റ്റ് വരുമ്പോൾ തന്നെ നമ്മുടെ ഗ്ലാൻസ് ഒക്കെ വീക്ക് ആവും. സഡൻ ഫ്രസ്ട്രേഷൻ, സഡൻ വീക്ക് എംപ്റ്റി ഹോളോ ഫീലിംഗ് ഇൻ ദി എപ്പിഗാസ്ട്രിയം. ആ ഒരു ആനിമലിന്റെ നാച്ചുറൽ നോക്കി കഴിഞ്ഞാൽ തന്നെ ഇതിന് ഉത്തരം കിട്ടും. സോ ഞാൻ ഇങ്ങനെയാണ് മെഡിസിൻ പഠിക്കാറ്. എനിക്ക് ഭയങ്കര മടിയാണ് വായിക്കാനൊക്കെ. അപ്പൊ എനിക്ക് പേഷ്യൻസ് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുക, ഏത് ലെവലിലാണ് ഈ പേഷ്യന്റ് നിൽക്കുന്നത്, അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യണം, ഏത് കിങ്ഡം ആയിരിക്കാം വരിക, അനിമൽ കിങ്ഡം ആണോ അതോ മിനറൽ കിങ്ഡം ആണോ, എങ്ങനെയാ നമുക്കൊരു കേസിനെ കാണാൻ പറ്റുക. അപ്പൊ സെപ്പിയ ആണെങ്കിൽ ഒരു ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് സെപ്പിയ എന്ന് പറയുന്നത് ഒരു കേസ് വരുമ്പോൾ നമുക്ക് അതൊരു മിനറൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണോ. ഫസ്റ്റ് വേണമെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് റെപ്പട്രൈസേഷൻ വെച്ച് പറയാം. നമുക്ക് നാട്രം ലെവൽ മെഡിസിൻസ്, നാട്രോ മഗ്നീഷ്യോ അലുമിനിയം ഒക്കെ കിട്ടണമെങ്കിൽ നാട്രം തന്നെ എന്തായാലും റെപ്പട്രൈസേഷനിൽ ഒരു 5-നോ അല്ലെങ്കിൽ 10-നോ ഉള്ളിൽ വരികയാണെങ്കിൽ, അതിൽ തൊട്ടടുത്ത് തന്നെ കാൽക്കേരിയ വരികയാണെങ്കിൽ, കാൽക്കേരിയ കാർബോ അല്ലെങ്കിൽ കാൽക്കേരിയ കാലിയോ ഏതെങ്കിലും വരികയാണെങ്കിൽ പോലും നമ്മൾ മൊളസ്ക ചിന്തിച്ചു തുടങ്ങും. പിന്നെ പ്ലാന്റിന്റെ സെൻസിറ്റിവിറ്റി മിക്ക മൊളസ്കയ്ക്കും കാണും. കാരണം അവര് ആനിമൽസിന്റെ പോലെ അത്ര അങ്ങനെ ഭയങ്കരമായിട്ട് ഹണ്ട് ചെയ്ത് ഇര പിടിച്ച് ജീവിക്കുന്ന ഒരു ജീവിയൊന്നുമല്ല. കുഞ്ഞു കുഞ്ഞു പ്രാണികളെ ഭക്ഷിച്ച് ജീവിക്കുന്നത്. അപ്പൊ കാരണം വല്ലാണ്ട് മൂവ്മെന്റ് ഒന്നും അവർക്കില്ല, ഒരു ചെറിയൊരു സ്പേസിലുള്ള മൂവ്മെന്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് പ്ലാന്റ് ലൈക്ക് സെൻസിറ്റിവിറ്റി കൂടുതലായിട്ട് ഈ മൊളസ്കുകളിൽ കാണാം. കുറച്ച് കുറയുന്നത് സെപ്പിയയിലാണ് കേട്ടോ. സെപ്പിയ കുറച്ചുകൂടി ആ ഒരു ആനിമൽ എനർജി നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ പിന്നെന്താണ്, ഒരുപാട് ജോലി ചെയ്തു, ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി, എനിക്ക് അപ്രിസിയേഷൻ ഇല്ല, എനിക്ക് പുറത്ത് പോകണം, പുറത്ത് എക്സ്പ്ലോർ ചെയ്യണം, പുറത്തെ കാര്യങ്ങൾ അറിയണം, പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ വയ്യ. കാരണം ഡേഞ്ചർ ഫീലിംഗ്, ടൂ മച്ച് ഡേഞ്ചർ ഫീലിംഗ്, എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാണ്. പക്ഷെ വീടോ സഫോക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. വീടിന്റെ ഒരു റെസ്ട്രിക്ഷനും വീട്ടിലുള്ള ഒരു ജോലികള്, വീട്ടിലെ ആൾക്കാര്, ഇതെല്ലാം എനിക്കിപ്പം മടുത്തു തുടങ്ങി, സഫോക്കേറ്റഡ് ആയി തുടങ്ങി ഈ ഒരു റിലേഷൻസ് ഒക്കെ. ഈ ഒരു ലെവലിലും പേഷ്യൻസ് പറയാം. ഇനി എന്താ സംശയം എന്ന് ചോദിച്ചോളൂ. ഇങ്ങനെ ആരെങ്കിലും സെപ്പിയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല. പേരുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഹാർഡ് വർക്ക് ചെയ്യുന്നത്. അങ്ങനല്ല, ഐഡന്റിറ്റി അല്ലേ വരുന്നേ? അല്ല അങ്ങനെ യെസ്, ഐഡന്റിറ്റി ഉണ്ട്. മാത്രല്ല ഒരു ഫെമിനൈൻ നേച്ചർ വെച്ചിട്ടാണ് അത് കൂടുതൽ പറയാൻ പറ്റുക. ഞാനൊരു നല്ല ലേഡിയാണ്, എനിക്കൊരു മസ്കുലൈൻ പവർ എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു മോശമായിരുന്നു പണ്ട് അല്ലേ? അങ്ങനെയല്ല, ആ ഒരു എവല്യൂഷൻ ഇതല്ലേ നമുക്ക് കൂടുതലായിട്ട് ആലോചിക്കാൻ പറ്റുന്ന ഒരു അത്രയും നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ കൂടുതലായിട്ട് ആണാണെങ്കിലോ, ഒരാണാണ് പ്രശ്നം. ഫെമിനൈൻ നേച്ചർ നല്ലോണം ഉണ്ടോ? അങ്ങനെ ഇത് ഫെമിനൈൻ നേച്ചർ കൂടുതലുള്ള ആനിമലാണ് സെപ്പിയ. ലെഫ്റ്റ് സൈഡ് ഓഫ് ദി പീരിയോഡിക് ടേബിൾ ആണ്, പ്ലസ് റൈറ്റ് സ്ലൈറ്റ് ആയിട്ട് പോകും. ഇവിടുന്ന് ആയിരിക്കും ചിലപ്പം റെപ്പട്രൈസേഷനിൽ മാത്രമായിട്ട് നമുക്ക് ചിലപ്പോൾ അത് കിട്ടണമെന്നില്ല. ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ട് പിന്നെ ചാർട്ടിൽ നോക്കുമ്പോൾ ശരിക്കും അത് കാണാം. ഇതിന്റെ ഡിഡികൾ ഏതൊക്കെയാ? മൊളസ്ക വരാം, പിന്നെ നാട്രം, കാൽസ്യം, റോ. പ്ലാന്റില് സെപ്പിയ ഡയലിനിടെ ഫാമിലി വരാം. ഡയലിനിടെ വരാം. കാൽഷ്യം ലൈൻ. യെസ്, കാൽസ്യം ലൈൻ ഓർ നാട്രം ലൈൻ. ഡയലിനിടെ നാട്രം ലൈൻ അല്ലേ, കാൽസ്യം ലൈൻ ഓസിഡേ ലൈൻ അല്ലേ? അപ്പൊ എവരി വേർഡ് ഇങ്ങനത്തെ കാര്യങ്ങളെന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. കാണാപ്പാഠം പഠിക്കേണ്ട, അത് പേഷ്യൻസ് വരുമ്പോൾ എളുപ്പമാണ്. ഇതാണോ കാരണം, എന്തുകൊണ്ട് എൻഡോക്രൈനൽ ഡിസ്ഫങ്ഷൻ വന്നു, എന്തുകൊണ്ട് PCOD വന്നു, ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് എളുപ്പമാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ തന്നെ നമുക്ക് മനസ്സിലാവാൻ പറ്റും. എന്തോ കുഷമ ഡോക്ടർ പറഞ്ഞല്ലോ.
ഇല്ല, CPയെ പറ്റി ഇങ്ങനെ ആലോചിച്ചിട്ടില്ല എന്ന് പറഞ്ഞേ. സ്മിതേ, ആ ചോദിക്കാൻ വന്നു. അതിന്റെ സക്സസ്ഫുൾ ആൻഡ് ഫെയിൽഡ് സ്റ്റേജ് ഇല്ലേ? പിന്നെ സക്സസ്ഫുൾ സ്റ്റേജ് തന്നെയാണ്. അവർ നല്ലൊരു ഹോം മേക്കർ ആണല്ലോ. ഫെമിനൈൻ ക്യാരക്ടർ ശരിക്കും ഒരു ബാലൻസ്ഡ് ലെവലിലേക്ക് വരുമ്പോൾ ഭയങ്കര സക്സസ്ഫുൾ ആണ്. ഇനി ഫെയിൽഡ് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ എന്തൊക്കെയോ ആയി തീരാൻ എന്ന് വെച്ചാൽ ഒരു പുറമേക്ക് പോയി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുമ്പോഴാണ് ഇവർക്ക് അവിടെ താളം തെറ്റണത്. അപ്പൊ ഇതാണ് അവരുടെ അവർക്കൊരു ഭയങ്കര പ്രൗഡിയാണ് അവരെ കുറിച്ച് തന്നെ കുറെ ടു സം എക്സ്റ്റെന്റ്. അത് കഴിഞ്ഞു കഴിഞ്ഞാലാണ് ഈ ഒരു സ്റ്റേറ്റ് ഭയങ്കരമായിട്ട് പ്രശ്നം ചെയ്യണേ. അതല്ലാതെ വേറെ എന്തോന്നും കൂടി ഉണ്ടോ? വേറെ ഉണ്ടോ? ഞാൻ അങ്ങനെ മനസ്സിലാക്കിക്കണേ. വേറെ എന്തെങ്കിലും വരുന്നുണ്ടോ അല്ലേ ഡോക്ടറെ? ഇവര് ഈ ഇങ്കും കൊണ്ടല്ലേ നടക്കുന്നേ? അത് അറ്റാക്ക് ചെയ്യാൻ. എപ്പോഴും ഒരു എനിക്ക് അപകടം പറ്റാം. അതല്ലേ അനിമൽ കിങ്ഡത്തിന്റെ ഒരു നേച്ചർ. എപ്പോ വേണമെങ്കിൽ എനിക്ക് അവരുടെ സർവൈവൽ മെക്കാനിസം അത്. അല്ല, അൺലൈക്ക് മറ്റേ ചെറിയ ജീവികളെക്കാളും ഇവർക്ക് കുറെ കൂടെ പവറും കൂടുണ്ട് അല്ലേ? മസ്കുലിൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അതെ, പ്രൗഡാണ് അവർക്ക്. പക്ഷേ പ്രൗഡാണ് അവര്. പക്ഷെ ഫെയിൽ സ്റ്റേറ്റിലാണ് കൂടുതൽ അസുഖങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ ഈ പ്ലാന്റ് പഠിക്കുന്ന പോലെ പല സ്റ്റേറ്റിലും പേഷ്യൻസ് നമുക്ക് വരാം. എന്നിട്ട് ഇത് എല്ലാ സ്റ്റേറ്റും പറയുമ്പോഴാണ് നമുക്ക് നല്ലൊരു പ്രിസ്ക്രിപ്ഷനിലേക്ക് പലപ്പോഴും എത്താൻ പറ്റുക. അത് ഈ കാണാപ്പാഠം പഠിക്കാതെ എന്തുകൊണ്ട് ഓരോ സിംറ്റം നമ്മുടെ മെറ്റീരിയൽ മെഡിക്കല് എന്തിനു വേണ്ടിയിട്ടാണ് അത് എഴുതിയിരിക്കുന്നത് എന്നുകൂടി അന്വേഷിച്ച് പോവുകയാണെങ്കിൽ എളുപ്പമാണ്. കേസസ് ചെയ്യാനും എളുപ്പമാണ്, ഓർമ്മ വെക്കാനും അത് എളുപ്പമാണ്. ഇത് ശങ്കരൻ സാർ നന്നായിട്ട് റെപ്രസെന്റ് ചെയ്തത് സോൾ ഓഫ് റെമഡീസിലും ഉണ്ട്. പിന്നെ ഇപ്പൊ ഞാൻ ഇപ്പൊ കുറച്ച് അതിൽ സ്ലൈഡ്സിലുള്ളത് ബുക്ക് പറയാം. സബ്സ്റ്റൻസിൽ ശങ്കരൻസ് മൊളസ്ക ഇത് രണ്ടിലും നന്നായിട്ട് തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് വായിച്ചോളൂ. മൊളസ്കയിൽ പറയുന്നത് മെന്റൽ സ്റ്റാസിസ് വരാം. ദെൻ അൺകമ്മ്യൂണിക്കേറ്റീവ്, ഭയങ്കര ഒരുപാട് കമ്മ്യൂണിക്കേഷൻ അവർക്ക് ഇഷ്ടമല്ല. കൺസുലേഷൻ അഗ്രവേഷൻ ആണ്. എന്തുകൊണ്ടാ? മസ്കുലൈൻ എനർജി വരുമ്പോൾ കൺസുലേഷൻ പലപ്പോഴും അഗ്രവേഷൻ ആണ്. നമുക്ക് ഇഷ്ടമല്ല. ഇതിലാരാ കൃഷ്ണമ്മ ഡോക്ടറെ കൺസുലേഷൻ ഇഷ്ടമാണോ അതോ ഇഷ്ടല്ലേ? കൺസലേഷനോ? കൺസലേഷൻ ഇഷ്ടമാണ്, കുഴപ്പമില്ല. അതെ, ശരി. പിന്നെ ബാക്കി പറയുന്നത് കോൺട്രഡിക്ഷൻ ഓഫ് വിൽ നമ്മൾ പറഞ്ഞു. ഇത്ര തന്നെ. ഇതൊക്കെയാണ് പ്രാധാന്യം. ഇത്രയേ അറിയണ്ടുള്ളൂ. ഒരു മെഡിസിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാൻ തന്ന ബാക്കി സിംറ്റംസ് ആര് പഠിക്കും അല്ലെ? ശരിക്കും അതിന്റെ ഒരു തീം അറിഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ അനാവശ്യമായിട്ടുള്ള സമയം കളയാലും നമുക്ക് ഒഴിവാക്കാം. സെപ്പി ഇതാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ എളുപ്പമാണ്. അപ്പൊ ലെവൽ 1, 2 നിൽക്കുമ്പോഴാണ് നമുക്ക് കുറെ കൺഫ്യൂഷൻസ് വരിക. അതല്ലാതെ പേഷ്യന്റിനോട് ജസ്റ്റ് കുറച്ചുകൂടി കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരു സെപ്പിയുടെ നേച്ചർ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടും വരില്ല. ഇതൊക്കെ തന്നെ നമുക്ക് അത് വിഷ്വലൈസ് ചെയ്യാം. ഇത്രയും കാലം ഒരു ചെറിയ കുഞ്ഞ് അനിമല് ഒരു ഭയങ്കര പ്രൊട്ടക്റ്റീവ് ലെയറിൽ ഇരിക്കുന്ന ഒരു അനിമല് പെട്ടെന്ന് ഈ പ്രൊട്ടക്ഷൻ ഒക്കെ പോയി ഔട്ടർ വേൾഡിലേക്ക് വരണു. അപ്പോൾ ഉള്ള ഒരു ആങ്സൈറ്റീസ്, പേടി, ആ ഔട്ടർ ഷെല്ലിൽ ഇരിക്കുമ്പോഴുള്ള മാനസിക ആഘാതങ്ങള്, ദെൻ പുറത്തേക്ക് വരുമ്പോഴുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ തന്നെയാണ് സെപ്പിയ. ഇതൊക്കെ നമ്മൾ തന്നെ അങ്ങനെ ഒരു പ്രൊട്ടക്റ്റീവ് ലെയറിന് പുറത്തുനിന്ന് വരുമ്പോൾ എന്തൊക്കെ തോന്നാം? ഇതൊക്കെ തന്നെയാണ് സെപ്പിക്ക് തോന്നുന്നത്. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ ഈ ഒരു കൺസെപ്റ്റില്? ബീന ഡോക്ടർ ഉണ്ടല്ലോ. ബീന ഡോക്ടറെ, ഏലിയാസ് വളരെ ഇതിലേറ്റവും പ്രായം കുറഞ്ഞ ഡോക്ടറാ അല്ലെ ചേച്ചി? അപ്പൊ ഈ ക്യാമോഫ്ലേജ് ഇമ്പോർട്ടൻസ് എന്താ ഇവിടെ? അത് ആനിമൽ കിങ്ഡത്തിന് സർവൈവ് ചെയ്യാൻ അത് ചെയ്തേ പറ്റൂ. അത്രേ ഉള്ളൂ. അപ്പൊ ആ ഒരു സൈക്കോട്ടിക് നേച്ചർ പോലെ. അതെ. പുറത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ ജോലിക്ക് വരിക എന്നുള്ളതാണ്. ആക്ച്വലി പുറത്തേക്ക് വരുന്ന പറയുന്നത് ആക്ച്വലി അങ്ങനെ ഒരു ജോലി വരെ അവർക്ക് ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ജോലിയും വീടും കൊണ്ടു നടക്കുന്ന സ്ത്രീകളുണ്ട് എന്ന് പറയുന്നില്ലേ? അതെ അതെ, അത് ആ ഒരു കൺസെപ്റ്റ്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ജോലി എനിക്ക് ഭാരമല്ല, ഇഷ്ടമാണ്. പക്ഷെ വേറൊരാള്, ഞാനൊരു എക്സാമ്പിൾ പറയാം. വേറൊരാള് ഇപ്പം നമ്മുടെ ഫ്ലാറ്റിൽ തൊട്ടടുത്തൊരു ലേഡി ഉണ്ട്. അവര് എന്നെ കാണുമ്പോഴൊക്കെ അവർക്ക് ജോലിയുടെ സമയം എന്ന് പറയുന്നത് ഒരു 10-10:30 എത്തിയാൽ മതി. എഞ്ചിനീയർ
കുട്ടി ഒരു 3 മണിക്ക് തിരിച്ചെത്തും. ഞാൻ എപ്പോ കാണുമ്പോൾ ആ കുട്ടി അയ്യോ ചേച്ചി എനിക്ക് വയ്യാണ്ടായി, 2 പണിക്കാരുണ്ടേ വീട്ടില്, എനിക്കൊരു രക്ഷയില്ല, എന്താ ചെയ്യാ, വീട്ടിലിരുന്നിട്ട് എനിക്ക് പൊറുതി മുട്ടി, അതുകൊണ്ട് ഞാൻ പുറത്ത് പോവാ, എനിക്ക് ഫ്രീഡം വേണം, പക്ഷെ എനിക്ക് വയ്യാണ്ടായി. വീട്ടിലേക്ക് വരുമ്പോഴേക്കും പിള്ളേര് കളിപ്പാട്ടം അവിടെ ഇട്ടുണ്ടാവും ഇവിടെ ഇട്ടുണ്ടാവും ഇത് എടുക്കണ്ട. അപ്പൊ ഞാൻ ചോദിച്ചു പണിക്കാരില്ലേ? ആ ഏയ് അവരൊക്കെ ഉണ്ട്, എന്നാലും ഭാര്യമാരല്ലേ അല്ലെങ്കിൽ അമ്മയല്ലേ, ഇതൊക്കെ ചെയ്യണ്ടേ, ഈ ആറ്റിറ്റ്യൂഡ്. എന്നാൽ നമ്മളിവിടെ രാവിലെ 8 മണിക്ക് പോയിട്ട് രാത്രി 8 മണിക്കും പോയിട്ട് വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. അത് ഒരു ഈസി ഇതായിട്ട് നമ്മൾ മിക്ക ഡോക്ടർമാരുണ്ടല്ലോ അതിലെ ലേഡീസ്, നമ്മൾ നമ്മുടെ പ്രൊഫഷനും നമ്മുടെ വർക്കും ഇവർക്കത് ബാലൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഗ്ലാൻസിന് വല്ലാണ്ട് ഒരു പ്രഷർ വന്നിട്ട് ഒരു ഡിസ്ഫങ്ഷൻസ് സ്റ്റാർട്ട് ചെയ്യും. ഏറ്റവും കൂടുതൽ തൈറോയിഡിന് കുറെ ഡോക്ടർമാർ സെപ്പിയ കൊടുത്ത് കാണും, പക്ഷെ ഇതാണെങ്കിലാണ് കൂടുതലായിട്ട് അതിനെ ആക്ട് ചെയ്യുക. എപ്പോഴും സി റെമഡീസ് തൈറോയ്ഡ് ഡിസോർഡേഴ്സിന് ഭയങ്കര നല്ലതാ. അപ്പൊ അത് എങ്ങനെ കൊടുക്കണം, ഇതൊരു ടിപ്പായിട്ട് യൂസ് ചെയ്യാതെ ഓരോ ഇൻഫർമേഷൻസും എന്തുകൊണ്ട് വന്നു എന്നുള്ളത് അറിഞ്ഞിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഫാസ്റ്റാണ് ഹോമിയോപ്പതി. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഞാൻ ഈ ഒരു വീഡിയോ യൂട്യൂബിൽ ഇടാൻ പോവാണ്. ഇപ്പോൾ ഏലിയാസ് എന്നല്ലേ പ്രൊനൗൺസ് ചെയ്യുന്ന? ഏലിയാസ്, അതുപോലെ അഭിജിത്തൊക്കെ പോലെ വളരെ ജൂനിയർ ഡോക്ടേഴ്സിനൊക്കെ ഉപകാരത്തിന് വേണ്ടി, അവരുടെ റെഫറൻസിന് വേണ്ടിയിട്ട് കേട്ടോ. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചു പോവാം. ഇത് മിംസിന്റെ വക ഒരു സോളോ ഫാമിലീസ് മൊത്തം നമ്മൾ വ്യാഴാഴ്ചകളിൽ ചെയ്ത് യൂട്യൂബിലിടും. പഠിച്ചോളൂ ഇവരൊക്കെ, ബാക്കിയുള്ളവർക്കൊക്കെ ഒരു റെഫറൻസ്. എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഇനി ബാക്കി ആർക്ക് വേണമെങ്കിലും ഇതിൽ ആഡ് ഓൺ ചെയ്യണമെങ്കിൽ ചെയ്യാട്ടോ. ലേഖ ഡോക്ടറെ വേണമെങ്കിൽ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാണ്ടെങ്കിൽ പറയൂ. എല്ലാം ഇതില് പറഞ്ഞില്ലേ, സാറ് തന്നെ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, സെപ്പിയ ഫാമിലി ഇതില് സക്സസ്ഫുൾ സ്റ്റേജില് നന്നായിട്ട് ഫാമിലി അങ്ങ് നമ്മൾ സോപ്പ് ഇടുക എന്നറിയല്ലേ, സോപ്പിട്ട് അവരുടെ കാര്യം നടത്തും. അങ്ങനെയുള്ള ഒരു ഇതും കൂടെ അതിന് വരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത് അവരുടെ കാര്യം നേടണം, അതിനു വേണ്ടിയിട്ട് ഫാമിലിയെ നന്നായിട്ട് ഇത് ചെയ്യും. അപ്പം അത് കഴിഞ്ഞിട്ട് അത് നടക്കാതെ വരുമ്പോഴാണ് ആ ഇൻഡിഫറൻസിലേക്ക് പോകുന്നതെന്നാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. ശരിയോ തെറ്റോന്ന് അറിയത്തില്ല കേട്ടോ. അങ്ങനെ തന്നെയാണ്. എന്നുവെച്ചാൽ ഒരു ഫെമിനൈൻ ക്വാളിറ്റി, ഞാൻ ഭയങ്കരമായിട്ട് ഫെമിനൈൻ ക്വാളിറ്റി ഉണ്ട്. ആരെങ്കിലും പറഞ്ഞു കാണാം അത് എന്താ ആൺകുട്ടികളിലൊക്കെ പ്രകൃതം, പലരും നമുക്കത് അനുഭവമുള്ള കാര്യമല്ലേ. അപ്പൊ പക്ഷെ ആ ഫെമിനൈൻ നേച്ചർ, ഞാൻ ഭയങ്കര നല്ലൊരു ഹോം മേക്കറാണ്, ഞാൻ നല്ലൊരു ലേഡിയാണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവർ കുറെ അധികം കാര്യങ്ങൾ ചെയ്യും. പക്ഷെ വാചകയില്ലേ, ബട്ട് ഇൻ മോസ്റ്റ് കേസസ് ഷീ ട്രൈസ് ടു കീപ് ഹെർ ഹസ്ബൻഡ് ആൻഡ് ചിൽഡ്രൻ ഹാപ്പി വൈൽ അറ്റ് ദ സെയിം ടൈം പർസ്യൂയിങ് ഹെർ കരിയർ. ദിസ് ക്യാൻ ബിക്കം വെരി സ്ട്രെയിനുവസ്. അത് മുമ്പോട്ട് പോയി. അതാ ഞാൻ പറഞ്ഞ എന്റെ ഫ്ലാറ്റിലുള്ള ആ ലേഡിയുടെ ഒരു എക്സാമ്പിളേ. കാരണം അത് അവർക്ക് പൈസയുടെ ഒന്നും ഒരു ആവശ്യമില്ല, തിരിച്ചു വന്ന് പണിയേണ്ടിയും ആവശ്യമില്ല, കാരണം 2 പണിക്കാരുണ്ട്. പക്ഷെ അവരുടെ മനസ്സിൽ എന്താണ്, നല്ലൊരു ഭാര്യ ആവണമെങ്കിൽ നല്ലൊരു അമ്മയാവണമെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. പക്ഷെ എനിക്ക് ഇത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, അവരുടെ കുട്ടികളിലെ ചെറിയൊരു തെറ്റ് പോലും അവർക്കത് സഹിക്കാൻ പറ്റില്ല. പക്ഷെ അവരത് സപ്രസ് ചെയ്തിട്ട് ഭയങ്കര മസ്കുലൈൻ എനർജിയാണ്, ശരിക്കും മസ്കുലൈൻ എനർജി കാണിക്കുകയാണ്. ശരിക്കും അത്രയും മസ്കുലൈൻ എനർജി ഇല്ലേ ഇനിയും. നമ്മൾ ഒരു കാര്യം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് തോന്നും അല്ലെ. റിജിഡിറ്റി എന്ന് പറയുന്നതാണ് ആ പോയിന്റിലാണ്. റിജിഡിറ്റി ആയിട്ടുമില്ല, ട്രൈ ചെയ്യാണ് ഞാൻ എങ്ങനെയാണെന്നുള്ളത് മറ്റുള്ളവരെ കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ സ്വയം എന്നെ തന്നെ ന്യായീകരിക്കാൻ വേണ്ടി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക അറിയാതെ. ഞാൻ ഈ കുട്ടീനെ എപ്പോഴും സെപ്പിയ, ഞാൻ എപ്പോഴും ഓരോ വേർഡും ഈ കുട്ടി ഒരു സെപ്പിയുടെ കാര്യങ്ങൾ പറയണ കേൾക്കാം. നമുക്ക് ചുറ്റും ശ്രദ്ധിച്ചാൽ തന്നെ അങ്ങനത്തെ കുറെ ഫീമെയിൽസിനെ കാണാൻ പറ്റും. ഇപ്പം പ്രത്യേകിച്ചും നമ്മൾ ഭയങ്കരമായിട്ട് വർക്കിനൊക്കെ കൂടുതൽ എല്ലാവരും പോയി തുടങ്ങിയ ഒരു കാലമായതുകൊണ്ട് സെപ്പിയ ലേഡീസ് കുറച്ച് കൂടുതലാണ്. പിന്നെ നാച്ചുറൽ ലൈൻ ഓഫ് ഡെവലപ്മെന്റ് അല്ലേ, ഒബ്വിയസ്ലി കുറച്ചധികം ഉണ്ടാവുമല്ലോ. നാച്ചുറൽ ലൈൻ നമുക്ക് നല്ലോണം ഉണ്ടല്ലോ, കുറെ അധികം പേഷ്യൻസിനുണ്ട്. നാച്ചുറൽ ലൈൻ എന്താണെന്ന് അറിയാത്ത ഡോക്ടേഴ്സിന് വേണ്ടിയിട്ട് നാച്ചുറൽ ലൈൻ എന്ന് പറയുന്നത് പീരിയോഡിക് ടേബിളിലെ തേർഡ് റോയില് ആ ഒരു റോ എന്ന് പറയുന്നത് ഐഡന്റിറ്റി എന്നുള്ള ഒരു തീമാണ് വരിക. ഐഡന്റിറ്റി, ലവ്, കെയർ, അഫെക്ഷൻ. ഈ ലവ്, കെയർ, അഫെക്ഷൻ എന്ന് പറയുന്നത് ഒരു അമ്മയുടെ ഇഷ്ടങ്ങൾ, അതാണ് റോ 3 എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ പെത്തോളജിക്ക് പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു
റോ യൂസ് ചെയ്യാം. ഈ റോയുടെ കറസ്പോണ്ടിങ് അനിമൽ കിങ്ഡത്തിലെ മെഡിസിൻ ആണ് സെപ്പിയ. അപ്പോൾ നമ്മൾ റെപ്പർട്ടറൈസ് ചെയ്യുമ്പോൾ നാട്രം പ്ലസ് കാൽസ്യം വരും സെപ്പിയയ്ക്ക്. ഇത് രണ്ടും നമുക്ക് റെപ്പർട്ടറൈസേഷൻ ചാർട്ടിൽ റെപ്പർട്ടറൈസേഷൻ കറക്റ്റ് ആക്കണം കേട്ടോ. എങ്കിൽ കാണുമ്പോൾ ഇതുകൂടി ഒന്ന് ശ്രദ്ധിക്കും. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. കേസ് താങ്ക് യു. ബൈ. ഹലോ ഡോക്ടർ, ഒരു കാര്യം കൂടി ചോദിക്കാം. അതെ, ഡോക്ടർ പറഞ്ഞില്ലേ പുറത്തേക്ക് പോകുമ്പോ പേടിയാണ്. പേടി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശം? ജസ്റ്റ് ഒരു ആരെങ്കിലും ഫിയർ ഓഫ് റേപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ആരെങ്കിലും ഉപദ്രവിക്കുവോ, ആരെങ്കിലും എന്റെ സാധനങ്ങൾ ഇതാവോ, എനിക്ക് തിരിച്ചു വരാൻ പറ്റില്ലേ, ഇനിയിപ്പോ പുറമേ പോയി കഴിഞ്ഞാൽ രാത്രിയാവോ, ഇങ്ങനത്തെ കുറെ അധികം ആൻസൈറ്റി. പെട്ടെന്ന് ഒരാള് അഭിജിത്ത് ആദ്യമായിട്ട് എപ്പോഴാ പുറത്ത് പോയേ? വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് കുറച്ചധികം ദൂരെ യാത്ര ചെയ്തത് എപ്പോഴാ? ഫസ്റ്റ് പോകുമ്പോ നമ്മള് ഇപ്പം പോണ പോലെയാണോ? ഫുള്ള് പുറത്ത് നോക്കി ബസ് മിസ്സാവോ, എവറി സ്റ്റെപ്പ് പേടിയല്ലേ? ഈ പേടിയാണ് സെപ്പിക്ക് ഉണ്ടാവുക. മനസ്സിലായോ? ഇതില് എന്ന് വെച്ചാല് സ്ത്രീകളാണെങ്കിൽ ആൾക്കാരെ നോക്കിയ പേടി, ഓട്ടോറിക്ഷക്കാരെ പേടി, ഇങ്ങനെയൊക്കെ പേഷ്യൻസ് പറഞ്ഞു വരും. എല്ലാത്തിനും പേടി. ഒരു ബസ്സിൽ കയറാൻ പേടി, ഇറങ്ങാൻ പേടി, എവറിത്തിങ് പേടിയായിരിക്കും. പിന്നെ ഞാൻ ചെയ്തത് ശരിയാണോ, ഞാൻ വർത്താനം പറഞ്ഞത് ശരിയാണോ, ഇങ്ങനെ തന്നെയാണോ പെരുമാറണ്ടേ, ഇങ്ങനെ തന്നെയാണോ ഡ്രസ്സിങ് വേണ്ടേ, ഇങ്ങനത്തെ കുറെ കൺഫ്യൂഷൻസ് അവർക്ക് ഉണ്ടാവും. അധികം ഇതാണ്. പുറമേന്ന് പോയി കഴിഞ്ഞാൽ ഒരു അന്താളിപ്പ് എന്നൊക്കെ പറയില്ലേ നമ്മള്, നല്ലോണം ഉണ്ടാവും. ഓക്കെ. അപ്പൊ ഈ പേടി കൊണ്ടാണ് അവര് തിരിച്ചു വരുന്നത്, വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് അതുകൊണ്ടാണ്. പെട്ടെന്ന് അവര് ഒരുപാട് നേരം അവർക്ക് ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് അവര് ഒരു കംഫർട്ടബിൾ പൊസിഷനിലേക്ക് എത്തും. വീടൊന്നുമില്ല, എവിടെയാണോ കംഫർട്ടബിൾ അവിടേക്ക്. ഈവൻ ജോലിയുടെ കാര്യത്തിലായാലും ജോലി ചേഞ്ച് ചെയ്യാൻ അവർക്ക് പേടിയായിരിക്കും. ഒരു സാധനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് സേഫ് അല്ല എന്ന് പറഞ്ഞാൽ ആ ഒരു പൊസിഷൻ തിരിച്ചെത്തും. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ ശരി, അടുത്ത വ്യാഴാഴ്ച കാണാം കേട്ടോ. ബൈ. താങ്ക് യു. നമ്മുടെ സൂപ്പർ ശരണെങ്കിലും പറയണം കേട്ടോ. ആരെങ്കിലും സൂപ്പർ ക്ലാസ്. താങ്ക് യു. ബൈ. നല്ലൊരു ക്ലിയർ കിട്ടി. ഷബുവാ. വരുമ്പോ